ഓരോ മനുഷ്യരിലും 2 കിഡ്നികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കിഡ്നിയുടെ പ്രധാന ജോലി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കൂടി വരുന്ന അഴുക്കുകളെ, ഉദാഹരണമായിട്ട് അത് ചിലപ്പോൾ അമിതമായിട്ട് ഷുഗർ കഴിക്കുന്നത് കൊണ്ട് ഷുഗർ അധികം ചേർന്ന് വന്നാൽ ഷുഗറിനെ മാറ്റി ബ്ലഡിൽ വിടണം. അതുപോലെ വേറെ എന്തെങ്കിലും ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ അതെയും ബ്ലഡിലേക്ക് മാറ്റി വിടണം. ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഈ കിഡ്നി പലർക്കും ക്രിയേറ്റിനിൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. അത് കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന റീസണാണ്. ക്രിയേറ്റിൻ ലെവൽ എപ്പോഴും 1 താഴെ ഇരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും 1 കൂടുതൽ 1, 2, 3 ഇങ്ങനെ പോയാൽ ആ കിഡ്നി ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഡയാലിസിസ് എന്നുള്ളൊരു സംവിധാനം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അത് കുറച്ച് കാലം പിടിച്ച് നിൽക്കാം എന്നല്ലാതെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അല്ല. ക്രിയേറ്റിൻ ലെവൽ കുറയ്ക്കുവാൻ വേണ്ടി പലതരം ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അമിതമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മധുരം ചേർന്ന പലഹാരങ്ങൾ, അതുപോലെ എണ്ണയിൽ ചുട്ടെടുക്കുന്ന മീറ്റ്, റെഡ് മീറ്റ്, പിന്നെ കാൽസ്യം കൂടുതലായിട്ട് ഉള്ള കൊഞ്ച്, കക്ക, ചിപ്പി, ഞണ്ട്, ബീഫ്, പന്നിയിറച്ചി, ഇത്തരം ഭക്ഷണങ്ങൾ കഴിയുന്നതും നമ്മൾ ക്രമേണ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ താറുമാറാകാതെ ക്രിയേറ്റിനിൻ ലെവൽ കൂടാതെ ഒരു പരിധി വരെ വലിയ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പലപ്പോഴും കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ, ഈ കല്ലുകൾ പോലും പലപ്പോഴും പുറത്ത് തള്ളി അത് ബ്ലാഡറിൽ വന്ന് അതിലേക്കൂടെ പോകുമ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവും. കിഡ്നിയിൽ കല്ല് വരുമ്പോൾ തന്നെ നല്ല പെയിൻ. ഈ കാൽസ്യം ഓക്സലേറ്റ് ഇത് രണ്ടും കിഡ്നിയിൽ വന്ന് ചേരുമ്പോഴാണ് കല്ലുകൾ ഉണ്ടാകുന്നത്. അത് 1 mm തൊട്ട് 10, 12, 15, 20 mm വരെ കല്ലുകൾ കിഡ്നിയിൽ ഉണ്ടാവും. 10 mm വരെയുള്ള കിഡ്നി സ്റ്റോൺ നമ്മുടെ ബ്ലാഡറിലൂടെ യുറിത്രയിലൂടെ കടന്നു വന്ന് ബ്ലാഡറിലൂടെ പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലുതായി പോയാൽ അതിനെ പൊട്ടിച്ച് എടുക്കണം. കിഡ്നി സ്റ്റോൺ കൂടുതൽ വളരാതിരിക്കാനും കിഡ്നിയെ നമ്മൾ സംരക്ഷിക്കുവാനും ചില സിദ്ധ മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ട് ഉണ്ട്. പിണ്ണാക്കിലക്കറി, ചെറുവിള എന്ന് അറിയപ്പെടുന്ന ഒരു പച്ചമരുന്ന് ഈ കിഡ്നി സ്റ്റോണിനെ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വലുപ്പം കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ശിലാസത്ത് ഭസ്മം, പിന്നെ പല ഭസ്മങ്ങൾ ഇതിനു വേണ്ടി, ആസ്ബെസ്റ്റസ് എന്നൊരു മരുന്നുണ്ട്, പച്ചമരുന്ന്, അത് നാട്ടുമരുന്നാണ്. അതിൻ്റെ പൊടി, നണ്ട് കല്ല് പർപ്പം, നണ്ട് കല്ലെന്ന് വെച്ചാൽ നണ്ട് പോലെ ഇരിക്കും അതിൻ്റെ ഷേപ്പ്, അത് നീറ്റിയെടുത്ത് ഭസ്മമാക്കി വച്ചിട്ടുള്ളത് ഉണ്ട്. അത് കഴിച്ചാലും ഈ കിഡ്നി സ്റ്റോൺ നന്നായിട്ട് കുറയുന്നുണ്ട്.
പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കുക. അമിതമായിട്ടും വെള്ളം കുടിച്ചുകൂടാ. ഒരുപാട് വെള്ളം കുടിച്ചാൽ നമ്മളെ തടി കൂടിപ്പോവും, കിഡ്നിക്ക് വർക്ക് ജാസ്തിയാവും. അത് കാരണവും ചിലപ്പോൾ ക്രിയേറ്റിൻ ലെവൽ കൂടാനും സാധ്യത ഉണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് റീനൽ കാൽക്കുലി എന്ന് പറയുന്ന കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അവർ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക. ഡയോറിറ്റിക് ആയിട്ടുള്ള പല മരുന്നുകളുണ്ട്. നെരിഞ്ഞിലുമുള്ള്, പിന്നെ നെരിഞ്ഞിൽ കഷായം, അതുകൂടാതെ നീർമുള്ളി കഷായം, ഇതെല്ലാം യൂറിൻ നന്നായിട്ട് പോകുവാൻ സഹായിക്കുന്ന ചില ഒറ്റമൂലികകളാണ്. ഇത് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളതാണ്. ഇവ കഴിച്ചാൽ ധാരാളമായിട്ട് യൂറിൻ പോകും. യൂറിൻ ഫ്ലോ കൂടുമ്പോൾ ചെറിയ ചെറിയ ഈ സ്റ്റോൺ തരികളൊക്കെ ബ്ലാഡറിലൂടെ അത് വന്ന് പുറത്ത് പൊയ്ക്കൊള്ളും. അത് കൂടുതൽ സഹായിക്കും സ്റ്റോൺ കംപ്ലൈൻറ്റിലിരുന്ന് ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടി. ഡയോറിറ്റിക് ചേർന്ന മരുന്നുകൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്.